റമദാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അപൂർവ ഭാഗ്യം. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ അങ്ങനെയുള്ള അവസരങ്ങൾ കുറവാണ് നമുക്ക്. റമദാനിനെ ശരിയായ വിധത്തിൽ ഉപയോഗിച്ച മനുഷ്യര് വല്ലാതെ സങ്കടപ്പെടും. അവസാനത്തെ തറാവീഹിലൊക്കെ കരയുന്ന മനുഷ്യരെ കാണാം. അതെന്താണെന്നറിയോ? അവർക്ക് റമദാൻ വെറും ഒരു പട്ടിണിയുടെ കാലമായിരുന്നില്ല, അവർക്കത് വേറെന്തൊക്കെയോ ആയിരുന്നു. ഇപ്പൊ പത്രത്തില് വളരെ പ്രമുഖരായ ആളുകൾ മരിച്ച വാർത്ത വരും. ചിലപ്പോൾ പത്രം നിറയെ ആ വാർത്തയായിരിക്കും. ഫസ്റ്റ് പേജ് മുതൽ അവസാനത്തെ പേജ് വരെ അവരെ കുറിച്ചുള്ള ഓർമ്മകളും അവരുടെ ചിത്രങ്ങളും അവരുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും കഥകളൊക്കെ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ അതൊക്കെ വായിക്കാറുണ്ട്. പ്രമുഖരായ ആളുകളായതുകൊണ്ട് നമ്മൾ അവരെ കുറിച്ച് അറിയാൻ വേണ്ടി അത് വായിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു സങ്കടമൊന്നും ഉണ്ടാവാറില്ല. അതെന്തുകൊണ്ടാണ്? എന്നാൽ അതേ പത്രത്തിന്റെ ഉള്ളിൽ ചരമ പേജില് ഒരു ചെറിയ വാർത്തയുണ്ട്. 3-4 വരികളിൽ തീർന്നു പോയൊരു വാർത്തയാണ്. അത്ര ചെറിയ വാർത്തയാണ്. ചിലപ്പോൾ ഫോട്ടോ പോലും ഉണ്ടാവില്ല, മരിച്ച ആളുടെ ചിത്രം പോലും ഉണ്ടാവില്ല. അത്രയും ചെറിയൊരു വാർത്തയാണ്. പക്ഷെ ആ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത സങ്കടമായിരിക്കും. പ്രമുഖനായ ഒരാളുടെ മരണവാർത്ത പത്രം നിറയെ ഉണ്ട്. അത് മുഴുവനും വായിച്ചിട്ടും നമുക്കില്ലാത്ത ഒരു സങ്കടം ഒരു ചെറിയ വാർത്ത വായിച്ചപ്പോൾ ഉണ്ടായത് എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണ്? പോകുന്ന ആള് ചെറിയ ആളാണോ വലിയ ആളാണോ എന്നുള്ളത് കൊണ്ടല്ല, നമ്മളുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടോ എന്നുള്ളതാണ് പ്രധാനം, അല്ലേ? അങ്ങനെയാണെങ്കിൽ റമദാനിൽ നിന്ന് പെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ പെരുന്നാൾ വരികയും റമദാൻ പോവുകയുമാണ്. അത് ചില ആളുകൾക്ക് സങ്കടമായിരിക്കും. അതുകൊണ്ടാണ് അവസാനത്തെ തറാവീഹിൽ വിതുമ്പുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നത്. അവർ വലിയ പ്രമുഖരൊന്നും ആവൂല, പക്ഷെ മനസ്സ് വല്ലാത്തൊരു സങ്കടം പേറുന്നുണ്ട്. നമ്മുടെ ആയുസ്സിനെ കുറിച്ചൊരു ഏകദേശ ധാരണ പോലും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ കെട്ടിയിരിക്കുന്ന വാച്ചിനെ കുറിച്ചൊരു ഏകദേശ ധാരണയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളെ കുറിച്ചും ഒരു ഏകദേശ ധാരണയുണ്ട് നമുക്ക്. എന്നാൽ ഒരു ഏകദേശ ധാരണയും ഇല്ലാത്ത ഒന്നേ ഉള്ളൂ, അത് നമ്മുടെ ആയുസ്സാണ്. തീവ്ര പരിചരണ വിഭാഗത്തിൽ കിടക്കുന്ന രോഗിയെ പോലെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് അടുത്ത നോമ്പിൽ പോയിട്ട് അടുത്ത ദിവസം പോലും ഇതേപോലെ ആയുസ്സോടുണ്ടാകുമോ എന്നതിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത നമ്മള് തീർച്ചയായും റമദാൻ എന്നൊരു അവസരത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടം വരും. അതുകൊണ്ടാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു റമദാൻ വന്നിട്ട് പാപങ്ങൾ ഒരാളുടേത് പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അയാളെക്കാൾ വലിയൊരു നഷ്ടം വേറെ ആർക്കാണുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം പാപങ്ങൾ പരിഹരിക്കാനുള്ള കാലമായിരുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞിരിക്കേണ്ട കാലമായിരുന്നു. മനുഷ്യന്റെ മുന്നിൽ ചെന്നും കരയേണ്ട കാലമായിരുന്നു. മനുഷ്യനോട് ചെയ്ത തെറ്റിന്റെ പേരിൽ മനുഷ്യനോട് മാപ്പ് ചോദിച്ചും അള്ളാഹുവിനോട് ചെയ്ത ധിക്കാരത്തിന്റെ പേരിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചും സ്വയം പരിഷ്കരിക്കേണ്ട കാലമായിരുന്നു. ഒരു മഴ തന്നെയായിരുന്നു എല്ലാ അർത്ഥത്തിലും. മഴ പെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, എല്ലാ ഇലയിലും മഴ തട്ടും. ഇലകളൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭംഗിയായിരിക്കും. ചെളിയും പൊടിയൊക്കെ പോയിട്ടുണ്ടാവും. റോഡിന്റെ സൈഡിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല പൊടി പിടിച്ച് കിടന്ന മരമായിരിക്കും. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും അത്. നല്ല മഴ പെയ്ത് കഴിഞ്ഞ ആകാശത്തിന്റെ നീലിമയ്ക്ക് എന്തൊരു ഭംഗിയാണ്. അറിയാതെ അവിചാരിതമായി മരുഭൂമിയിൽ പെയ്യുന്ന മഴയ്ക്ക് അറബികള് റമള് എന്നാണ് പറഞ്ഞിരുന്നത്. റമള് അവിചാരിതമായി പെയ്യുന്ന മഴയാണെങ്കിൽ റമളാൻ പ്രതീക്ഷിച്ചുകൊണ്ട് പെയ്യുന്ന ഒരു മഴയാണ്. അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലാൻ അള്ള കാണിച്ചു തന്നൊരു വഴിയായിരുന്നു. തീർച്ചയായും ആ അർത്ഥത്തിൽ അതിനെ ഉപയോഗിച്ചവർക്ക് റമളാൻ ഒരു ചെറിയ കാര്യമായിരുന്നില്ല. നമ്മളെ അള്ളാഹുവിൽ നിന്ന് തടയുന്നത് എന്തൊക്കെയാണോ അതിനൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പാപങ്ങൾ നമ്മളും നമ്മുടെ പടച്ചവനും തമ്മിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന മതിലുകളാണ്. നമ്മുടെയും നമ്മുടെ റബ്ബിന്റെയും ഇടയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന മതിലുകളാണ് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ. ആ മതിലുകൾ പൊളിച്ചു കളയാതെ അപ്പുറത്തെത്താൻ കഴിയൂല. ആ മതിലുകൾ പൊളിച്ചു കളയാനുള്ള കാലമായിരുന്നു റമളാൻ. പടച്ച റബ്ബിലേക്ക് ഒന്നുകൂടി ചേർന്നിരിക്കാനുള്ള കാലമായിരുന്നു.
നമ്മളെ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാഹ്. അതുകൊണ്ടാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മരുഭൂമിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഒക്കെ നഷ്ടപ്പെടുന്നു. അയാളുടെ വാഹനമാണ് നഷ്ടപ്പെടുന്നത്, പക്ഷെ വാഹനത്തിലാണ് എല്ലാം ഉള്ളത്. അയാളുടെ വെള്ളമുള്ളത്, ഭക്ഷണമുള്ളത്, വസ്ത്രമുള്ളത്, ജീവിതോപാധി മുഴുവനുമുള്ളത്, ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ളത് മുഴുവനും ആ ഒട്ടകപ്പുറത്തുള്ളത്. അതിനെ നഷ്ടപ്പെട്ടൊരു മനുഷ്യന് തിരിച്ചു കിട്ടിയാൽ എങ്ങനെയുണ്ടാവും? അതിലേറെ ആനന്ദം ഉണ്ടാവും എന്ന് പറഞ്ഞ്, അത്ര ഉണ്ടാവും എന്നല്ല പറഞ്ഞ്, അതിലേറെ ഉണ്ടാവും. ലല്ലാഹു, പടച്ചോൻ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊന്ന് തിരിച്ചു വരാൻ വേണ്ടി, നമ്മളൊന്ന് കരഞ്ഞ് പടച്ച റബ്ബിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി. ലല്ലാഹു അഫ്റഹു എന്നാണ് ഹദീസിൽ. അള്ളാഹുവിന് അത്രയേറെ ആനന്ദമാണ്. അങ്ങനെ തിരിച്ചു വരാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മിലേക്ക് ഓടി വരുന്നവനാ പടച്ചോൻ, അല്ലേ? ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അകന്നകന്ന് പോവാണ്. എന്നാ പടച്ചോൻ അകലുന്നുണ്ടോ? പടച്ചോൻ അകലുന്നില്ല. പടച്ചോൻ അവിടെ തന്നെ ഉണ്ട്. പടച്ചോൻ നമ്മളെ കാത്തിരിക്കുകയാണ്. നമ്മളൊന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, നമ്മളൊന്ന് കരയാൻ വേണ്ടിയിട്ട്, ഒന്ന് മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട്. പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പോ അതിനുള്ളൊരു അവസരമായിരുന്നു യഥാർത്ഥത്തിൽ റമദാൻ കാലം. അപ്പൊ അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് എന്തൊക്കെയാണോ, തിന്മകളിലേക്ക് നമ്മളെ വലിച്ചെടുപ്പിക്കുന്നത് എന്തൊക്കെയാണോ, അതിനെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. പടച്ചവനാണ് നമ്മുടെ കാവല്, നമ്മുടെ ഈമാനാണ് നമ്മുടെ പോലീസ്. വേറൊരു പോലീസും അല്ല ഉള്ളത്, വേറൊരു കാവൽക്കാരനും ഇല്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ കാവൽക്കാരൻ. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് തിന്മകൾക്കെതിരെ ഉണ്ടാകേണ്ട ജാഗ്രത നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്. റസൂലുള്ളാഹിയുടെ അടുത്തേക്കൊരു സ്ത്രീ വരികയാണ്. നമ്മൾ കേട്ട സംഭവമായിരിക്കും. അവര് തെറ്റ് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹിയോട് വന്നിട്ട് പറയാണ്, എനിക്ക് ശിക്ഷ വേണം, എന്നെ ശുദ്ധീകരിക്കൂ റസൂലേ എന്ന് പറഞ്ഞിട്ടാണ് ഓടി വരുന്നത്. തുഹിർനി യാ റസൂലല്ലാഹ്. എന്താണ് ശുദ്ധീകരണം? അവരെ എറിഞ്ഞു കൊല്ലാണ് വേണ്ടത്. ഇസ്ലാമിന്റെ ക്രിമിനൽ നിയമത്തില് ആ തെറ്റ് ചെയ്ത ഒരു സ്ത്രീക്ക് പുരുഷനും ഉള്ള ശിക്ഷ അതാണ്, വിവാഹിതർക്ക്. ഈ സ്ത്രീ വിവാഹിതയായൊരു സ്ത്രീയാണ്, അരുതായ്മ ചെയ്തു, ധാർമ്മികമായ ഒരു തെറ്റു ചെയ്തിരിക്കുന്നു. റസൂലുള്ളാഹിയോട് വന്നിട്ട് ശിക്ഷ ഏറ്റുവാങ്ങാം. അവരുടെ തൗബയാണ്. എന്താണ് അവരുടെ തൗബയ്ക്ക് അവർ കൊടുക്കുന്ന വില എന്താണ്? ജീവനാണ്. റസൂൽ ചോദിച്ചു, എന്താണ് കാര്യം? അവർ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ്. റസൂൽ അവരെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ആ സ്ത്രീ വിടുന്നില്ല. അപ്പൊ റസൂലുള്ളാഹിയോട് ആ സ്ത്രീ അവസാനം പറയുന്നുണ്ട്, റസൂല് കണ്ടിട്ടില്ലത്. പക്ഷേ റസൂല് പറയണ അല്ലല്ലേ, അല്ല കണ്ടിട്ടുണ്ട്. എന്റെ വാപ്പ കണ്ടിട്ടില്ല, എന്റെ ഉമ്മ കണ്ടിട്ടില്ല, എന്റെ ഭർത്താവ് കണ്ടിട്ടില്ല, മക്കള് കണ്ടിട്ടില്ല. ഞാനും ആ പുരുഷനും മാത്രമേ ആ സംഗതി ലോകത്തറിഞ്ഞിട്ടുള്ളൂ. വേറൊരാള് ലോകത്തത് അറിഞ്ഞിട്ടില്ല. പക്ഷെ റസൂല് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു പടച്ചവനില്ലേ, ആ പടച്ചവന്റെ കണ്ണിൽ നിന്ന് എനിക്കത് ഒളിപ്പിച്ചു വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ റസൂലുള്ള പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ഗർഭിണിയാകുമല്ലോ, ഗർഭിണിയായതിനു ശേഷം വരൂ. ഗർഭിണിയായതിനു ശേഷം വന്നു. തെറ്റ് ചെയ്തത് നിങ്ങളല്ലേ, നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയല്ലല്ലോ. പ്രസവിച്ചതിനു ശേഷം വരൂ. അവർ പ്രസവിച്ചതിനു ശേഷം വന്നു. കുട്ടിയോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, മുലപ്പാല് കൊടുക്കണം. മുലപ്പാല് കൊടുക്കുന്നത് കഴിഞ്ഞതിനു ശേഷം വരൂ. 2 കൊല്ലം കഴിഞ്ഞ് അപ്പക്കഷ്ണം കടിച്ചു പിടിച്ചൊരു കുട്ടിയുമായി ആ സ്ത്രീ പിന്നെയും വരുന്നു. മുലപ്പാല് കൂടി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ശിക്ഷ നടപ്പിലാക്കി. എറിഞ്ഞ് വധിക്കുകയാണ്. ആകെ ഒരു സംഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അത് ആവശ്യം വന്നിട്ടില്ല. മനുഷ്യൻ തെറ്റ് ചെയ്യുന്നിടത്തേക്ക് പോയി എത്തി നോക്കുകയായിരുന്നില്ല. തെറ്റ് ചെയ്തതിന്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങുകയായിരുന്നു. പരസ്യമായി പോലും തെറ്റ് ചെയ്യാൻ മടിയില്ലാത്ത ആളുകളാണ് രഹസ്യമായി ചെയ്തൊരു തെറ്റിന്റെ പേരിൽ പരസ്യമായിട്ട് ശിക്ഷ ഏറ്റുവാങ്ങണത്. ഇതെന്താണ്? ഈമാനായിരുന്നു കാവൽക്കാരൻ. വേറൊരു കാവൽക്കാരനുണ്ടായിരുന്നില്ല, വേറൊരു ചാരനെയും നിർത്തിയിരുന്നില്ല. പിന്നെയോ അവനവന്റെ ഉള്ളിൽ നിന്നാണ്. ഇംഗ്ലീഷിൽ പറയാറുണ്ട്, എവരിവൺ ഈസ് ഹിസ് ഓൺ പ്രീസ്റ്റ് എന്ന് പറയാറുണ്ട്. ഓരോരുത്തരും അവനവന്റെ പുരോഹിതനാണ്, വേറെ പുരോഹിതനൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മളെ തടയേണ്ടത്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മളെ നന്മയിലേക്ക് പ്രചോദിപ്പിക്കുകയും ചെയ്യേണ്ടത്.
അങ്ങനെ അവനവന്റെ ഉള്ളിൽ നിന്നുണ്ടായൊരു കുറ്റബോധത്തിന്റെ ആഴം കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് വന്ന് തൗബ ചെയ്ത് ആ തൗബയുടെ വിലയായി ജീവൻ നൽകിയ ആ സ്ത്രീയെ കുറിച്ച് അടുത്ത് നിൽക്കുന്ന അലി റളിയല്ലാഹു അൻഹു എന്തോ ഒരു ശാപവാക്ക് പറഞ്ഞു. അവർ ചെയ്ത ആ തിന്മയുടെ പേരിൽ, ഞാനതിന്റെ പേര് ബോധപൂർവം പറയാതിരിക്കും. റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടപ്പെട്ടതേ ഇല്ല. റസൂൽ അലിയോട് ദേഷ്യപ്പെട്ടു. അപൂർവമായി മാത്രമാണ് റസൂലുള്ളാഹി ദേഷ്യപ്പെടാറുള്ളത്. അതും സ്വന്തം കാര്യത്തിന് വേണ്ടിയായിരുന്നില്ല. റസൂലുള്ളാഹി വല്ലാതെ നീരസം പ്രകടിപ്പിച്ചൊരു സന്ദർഭമായിരുന്നു ഇത്. എന്നിട്ട് റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, എന്റെ അലി, ആ സ്ത്രീയെ കുറിച്ച് അങ്ങനെ പറയരുത് കേട്ടോ. അവരാരാണെന്നറിയോ? അവര് ചെയ്തൊരു തൗബയുണ്ട്, അവര് ചെയ്ത ഒരു അനുതാപമുണ്ട്, മനംമാറ്റമുണ്ട്. മക്കയിലും മദീനയിലുമുള്ള സർവ്വ മനുഷ്യന്മാർക്ക് വിതരണം ചെയ്താലും അത് പിന്നെയും ബാക്കിയുണ്ടാവുന്നതാണ്. ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടാ പോകുന്നത്. ഇനി അവിടുന്ന് ശിക്ഷ ഇല്ല. ഭൂമിയിൽ നിന്ന് ചെയ്ത തെറ്റിന് ഭൂമിയിൽ നിന്ന് ശിക്ഷ വാങ്ങി പരലോകത്തേക്ക് വിശുദ്ധയായി കടന്നു പോകുന്ന ഒരു പെണ്ണിനെ കുറിച്ച് അങ്ങനെ പറയരുത്. എന്നിട്ട് ആ ഖബറിനരികിൽ നിന്ന് മയ്യത്ത് നിസ്കരിച്ചുകൊണ്ടാണ് ഈ ലോകത്തിന്റെ മഹാവെളിച്ചം അവിടെ നിന്ന് തിരിച്ചു വന്നത്. എന്താണത്? തൗബയാണ്. നോമ്പ് നൽകുന്ന സന്ദേശവും അതായിരുന്നു. എല്ലാവരും ഒരുമിച്ചാണ് അത്താഴത്തിന് എണീറ്റത്, എല്ലാവരും ഒരുമിച്ചിട്ടാണ് നോമ്പ് തുറന്നത്, എല്ലാവരും ഒരുമിച്ചാണ് തറാവീഹ് നിസ്കരിച്ചത്, എല്ലാവരും ഒരുമിച്ചാണ് നോമ്പിലെ ഓരോ കർമ്മങ്ങളും അവരവരുടെ വീടുകളിൽ വെച്ചിട്ടാണെങ്കിലും ചെയ്തത്. അവസാനം നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കരുത് എന്ന നിർബന്ധത്തിൽ നമ്മളെല്ലാവരും ഫിത്ർ സക്കാത്ത് നൽകി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിന്റെ ഒരു പരിച്ഛേദമാണ് നോമ്പ്. ജീവിതത്തിന്റെ ഒരു പരിച്ഛേദം, യഥാർത്ഥ ഇസ്ലാമിക ജീവിതത്തിന്റെ ഏറ്റവും നല്ല പരിച്ഛേദം, ഏറ്റവും നല്ല പ്രവർത്തന കാലമാണ്. എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്നുള്ളതിന് റമദാനിലേക്ക് നോക്കാൻ മതി. അങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത്, അല്ലേ? നമ്മുടെ നാട്ടിലൊരു മനുഷ്യൻ പട്ടിണി കിടക്കരുത്. അതിനെന്ത് വേണം? അയാൾക്ക് വേണ്ടത് ചോറാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഓരോ ആളുകളുടെ എണ്ണം വെച്ചിട്ട് ആ മനുഷ്യന്റെ വീട്ടിലുള്ള ഓരോ ആളുകൾക്കും ഒന്ന് അന്നം കൊടുത്തിരുന്നെങ്കിൽ ഏതെങ്കിലും വീട്ടിലെ അയൽപക്കത്തിൽ പട്ടിണി ഉണ്ടാവൂ? ഞാൻ എന്റെ അയൽപക്കത്തിൽ നോക്കിയാൽ മതി, അവിടെ പട്ടിണി കിടക്കണ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ഇല്ല എന്ന് ഉറപ്പുവരുത്തലാണ് എന്റെ ബാധ്യത. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അയൽവാസി പട്ടിണി കിടക്കെ ഭക്ഷണം കഴിക്കുന്നവനല്ല മുസ്ലിം. കൊച്ചു കുഞ്ഞുപദേശി എന്ന് പറഞ്ഞ വലിയൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു കോട്ടയത്ത്, ഒരു ക്രൈസ്തവ പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിരുന്നത്രേ, ഈ വഴിയിലൂടെ പട്ടിണി കിടന്ന് വിശന്നൊരു മനുഷ്യനും നടന്നു പോകരുത്. വിശക്കുന്നുണ്ടെങ്കിൽ ആ ചെറിയ വീട്ടിലേക്ക് കയറിക്കോളൂ, എന്റെ വീടാണ്, അവിടെ ഭക്ഷണമുണ്ട്. നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കള് സന്ധ്യയായാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കൂലേ, അത്താഴ പട്ടിണിക്കാരുണ്ടോ? എന്തൊരു ചോദ്യമാണതല്ലേ? ആ നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും പട്ടിണി മാറ്റാൻ കഴിയില്ലായിരിക്കും. പക്ഷെ നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു മനുഷ്യൻ പട്ടിണി കിടക്കരുത് എന്ന നിർബന്ധമാണത്. അയൽവാസി പട്ടിണി കിടക്കെ ഭക്ഷണം കഴിക്കുന്നവനല്ല മുസ്ലിം എന്ന് റസൂല് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ വിളി കേൾക്കുന്നിടത്ത്, നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്ത് ഒരു മനുഷ്യൻ പട്ടിണി കിടക്കരുത്. ഏത് പട്ടിണി? അന്നം മാത്രമല്ല മനുഷ്യന് പട്ടിണി, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്, പലതരത്തിലുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ചെന്ന് കയറണം. ആന്റണി ഡി മെല്ലോ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കഥയുണ്ട്, 2 വോള്യങ്ങളുള്ള ഒരു പുസ്തകമാണ്. അതിലൊരു കഥ മനോഹരമായൊരു കഥയാണ്. ദ പ്രയർ ഓഫ് ദ ഫ്രോഗ് എന്നാണ് കഥയുടെ പേര്. യുദ്ധത്തിന് പോയ സുഹൃത്ത് തിരിച്ചു വരാത്തതില് വല്ലാതെ സങ്കടപ്പെട്ട ഒരാൾ അയാളുടെ ബോസിനോട് ചോദിക്കുകയാണ്, എന്റെ സുഹൃത്തിനെ അന്വേഷിച്ചിട്ട് പോകണം, അവൻ തിരിച്ചു വന്നിട്ടില്ല, അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാനാണ്. ആ ബോസ് പറയുന്നുണ്ട്, നീ പോണ്ട, അവൻ മരിച്ചിട്ടുണ്ടാവും, യുദ്ധമാണ്, നീ കൂടി അപകടത്തിൽപ്പെടും. പക്ഷെ ഇവൻ കയ്യും കാലും പിടിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവസാനം അങ്ങനെ തിരിച്ചു വരുമ്പോ ആ സുഹൃത്തിന്റെ മയ്യത്തുണ്ടായിരുന്നു. ആ ബോസ് അവനോട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവൻ മരിച്ചിട്ടുണ്ടാവും, വെറുതെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറയുന്നുണ്ട് ബോസിനോട്, എന്റെ ബോസ് അങ്ങനെ പറയരുത്, ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു ജീവൻ ഉണ്ടായിരുന്നു, ഒരു പൊടി ജീവൻ, ഒരു പൊടി ജീവൻ ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോ എന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് നിറഞ്ഞ കണ്ണുകളോടെ അവൻ എന്നോട് പറഞ്ഞു, എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. അത് പറഞ്ഞിട്ട് അവൻ മരിച്ചു. ഒരു മനുഷ്യനെങ്കിൽ ജൂൺ മാസത്തിന്റെ ആധിയിൽ, സ്കൂള് തുറക്കുന്നതിന്റെ ആധിയിൽ, പെരുന്നാളിന്റെ ആധിയിൽ, നോമ്പുകാലത്തിന്റെ ആധിയിൽ, വിഷുവിന്റെയും പെരുന്നാളിന്റെയും ക്രിസ്തുമസിന്റെയും ആധിയിൽ മനുഷ്യന്റെ സങ്കടങ്ങൾക്ക് മതമില്ല, മനുഷ്യന്റെ കണ്ണീരിനും മതമില്ല. വിഷമത്തിലിരിക്കുന്ന ഒരു മനുഷ്യന് മക്കളുടെ മുന്നിൽ
മക്കൾക്ക് നൽകാൻ നല്ല ഭക്ഷണമില്ലാതെ, അന്നമില്ലാതെ സങ്കടപ്പെടുന്ന മനുഷ്യർ. നമ്മുടെ വീട്ടിൽ നിന്ന് ഉയരുന്ന നല്ല ഭക്ഷണത്തിന്റെ സുഗന്ധം കേൾക്കുമ്പോൾ മക്കളുടെ മൂക്ക് പൊത്തുന്ന ഉമ്മമാരും അമ്മമാരും, നല്ലൊരു പെരുന്നാൾ വരുമ്പോൾ, നല്ലൊരു ആഘോഷം വരുമ്പോൾ പോലും മക്കൾക്ക് നല്ല ഭക്ഷണമോ വസ്ത്രമോ വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ കരയുന്നൊരു മനുഷ്യന് നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മളൊന്ന് ചെന്ന് കയറിയത് കൊണ്ട്, എനിക്കറിയായിരുന്നു നിങ്ങളെങ്കിലും വരുമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ ജീവിതത്തിന്റെ സാർത്ഥകതയാണ്, ജീവിതത്തിന്റെ ഒരു സാർത്ഥകതയാണത്. ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ എന്തർത്ഥമാണ് ജീവിതത്തിനല്ലേ? 10 ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്ന നമ്മള്, 5 ഖുർആൻ ക്ലാസ് നടത്തുന്നു എന്ന് പറയുന്ന നമ്മള്, ഒരു മനുഷ്യനെങ്കിലും ഈ വിധം ആശ്വാസത്തിന്റെ ഒരു സാന്നിധ്യമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ നമ്മുടെ ജീവിതം കൊണ്ട് പരിഭാഷപ്പെടുത്തിയെന്നാണ് അതിന്റെ അർത്ഥം. ഖുർആനിന് കിട്ടാവുന്ന ഏറ്റവും നല്ല പരിഭാഷ മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡയിലോ അല്ല, നമ്മുടെ ജീവിതം കൊണ്ടാണ്.